മൂന്നാർ ടൗണിലെ വഴിയോര കടകൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച് പഞ്ചായത്തും റവന്യൂ വകുപ്പും. കഴിഞ്ഞ ദിവസം ചേർന്ന ഗതാഗത നിയന്ത്രണ സമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതരുടെ നടപടി. ഇന്നലെയോ മിനിഞ്ഞാന്നോ നോട്ടീസ് കിട്ടിയില്ല. അത് യഥാർത്ഥമാണ്. കാരണം ഇവിടെ 2-3 ആഴ്ചയ്ക്ക് മേളിൽ ഇവരാരും കടയിട്ട് നോട്ടീസ് കിട്ടിയില്ല. സുപ്രീം കോടതി ഓർഡർ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. മാറ്റിത്തരാൻ ഞങ്ങൾ അതിനുള്ള അവകാശം നോട്ടീസോ കാര്യങ്ങളും വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഏതായാലും ഈ ഒരു വഴിയോര കടകൾ ഒഴിപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ആദിത്യ, കഴിഞ്ഞ ദിവസം ചേർന്ന ട്രാഫിക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമായത്. വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും പോലീസും ഒരു യോഗം തീർന്നു. ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് വഴിയോര കടകൾ ഒഴിപ്പിക്കാൻ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം മൂന്നാറിൽ ഈ വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഇനി സഞ്ചാരികളുടെ തിരക്കുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മുൻപും ഈ തിരക്കിൽ മുൻപും ഈ സഞ്ചാരികളുടെ വലിയൊരു ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇതിനെല്ലാം കാരണം വഴിയോര കടകളും അതോടൊപ്പം തന്നെ അനധികൃത പാർക്കിങ്ങും ആണെന്ന ഒരു കണ്ടെത്തലായിരുന്നു കഴിഞ്ഞ ദിവസം ഉപദേശക സമിതി മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വഴിയോര കടകൾ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡന് എതിർവശമുള്ള വഴിയോര കടകൾ ആദ്യഘട്ടത്തിൽ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയപാതയിൽ നിരവധി കടകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കടകൾക്കെല്ലാം തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 3 ദിവസത്തിനകം ഈ കടകൾ സ്വയമേ ഒഴിഞ്ഞു പോകേണ്ടതാണ്. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം റവന്യൂ വകുപ്പ് ഒഴിപ്പിക്കും എന്നുള്ളൊരു നോട്ടീസും പതിച്ചിട്ടുണ്ട്. ഏതായാലും രാവിലെ പോലീസും അതോടൊപ്പം തന്നെ റവന്യൂവും പഞ്ചായത്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രതികൾ സ്ഥലത്തെത്തി ഈ കടകൾ ഒഴിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചത്. നേരിയ തോതിൽ പ്രതിഷേധമുണ്ടെങ്കിൽ തന്നെയും ആ പ്രതിഷേധം മറികടന്നാണ് ഈ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ എല്ലാം തന്നെ ഈ കടകൾ ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇനി വരുന്ന സീസണിൽ, അതായത് ഇനി വരാൻ പോകുന്ന സീസണിൽ നിരവധി സഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തും. ഈ സഞ്ചാരികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സുഗമമായി സഞ്ചരിക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായി തന്നെയാണ് ഈ കടകൾ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ രാഷ്ട്രീയ പ്രതിനിധികളെല്ലാം തന്നെ യോഗത്തിൽ കൃത്യമായി തന്നെ തീരുമാനമെടുത്തിരുന്നു. ഗതാഗത കുരുക്ക് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം തന്നെ കൈക്കൊള്ളും. അത്തരത്തിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിലുള്ള കടകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനധികൃത പാർക്കിംഗ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒഴിപ്പിക്കാൻ തന്നെ കൃത്യമായ യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടിരുന്നു. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ശരി, ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.